വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ മൗനം തുടർന്ന് CPM. മുതിർന്ന നേതാക്കന്മാരുടെ പ്രതികരണമില്ലായ്മ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതോടൊപ്പം പിണറായി വിജയന്റെ മകളെയും തള്ളുകയും ചെയ്യുന്നുണ്ട്. LDFന്റെ മുതിർന്ന നേതാക്കന്മാരുടെ മൗനവും രാഷ്ട്രീയപരമായി ചർച്ചയാകും. വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഇടതുമുന്നണി കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നതോടൊപ്പം മുതിർന്ന നേതാക്കന്മാരുടെ മൌനം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാവുകയാണ്. വീണ വിജയനുമായി ബന്ധപ്പെട്ടും ഭർത്താവ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടും മാസപ്പടി കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ ബാങ്ക് ലോക്കറിൽ ED നടത്തിയ പരിശോധനയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുൻപ് രംഗത്തെത്തിയതാണ്. അന്വേഷണം നേരത്തെ നടക്കുന്നതല്ലേ, അവർ വീട്ടിൽ വന്നതല്ലേ, വീട്ടിൽ വന്നപ്പോൾ ബാങ്ക് ലോക്കർ ഉണ്ടെന്നറിഞ്ഞു, ആ ബാങ്ക് ലോക്കർ അവർക്ക് കാണണമായിരിക്കും എന്നൊക്കെ പ്രതികരിച്ച് പിണറായി വിജയൻ വ്യാജ സിമ്മുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും പുറത്തു വന്നിട്ടും കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ തുടക്കം മുതൽ മുഖം രക്ഷിക്കൽ നടപടിയാണ് CPM നടത്തിയത്. LDFനുള്ളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഈ സംരക്ഷണ വലയം വഴിവെച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് കൂടി നീങ്ങിയതോടെ ക്യാപ്സ്യൂളില്ലാത്ത അവസ്ഥയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ഇതോടെ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഇടതുമുന്നണി കൂടുതൽ പ്രതിരോധത്തിലായി. LDFന്റെ മുതിർന്ന നേതാക്കന്മാരുടെ മൌനം രാഷ്ട്രീയപരമായും ചർച്ചയാകുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിച്ച് മറ്റ് മുതിർന്ന നേതാക്കന്മാരുടെ മൌനവും തുടരുകയാണ്. MV ഗോവിന്ദനാവട്ടെ കാര്യമായ രീതിയിൽ പ്രതികരിക്കുന്നുമില്ല. ജനം, തിരുവനന്തപുരം.